അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന ആൾക്ക് നമ്മളോട് ഭ്രാന്തമായിട്ട് സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ദിക്റാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള അമലാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സോൾവ് ആക്കുന്ന ഒരു ദിക്റാണ്. പ്രശ്നങ്ങൾ കുടുംബമാകുമ്പോൾ, മനുഷ്യന്മാരാകുമ്പോൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ കഴിവുള്ള മഹത്തമായിട്ടുള്ള ഒരു ദിക്റാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ പറയുകയാണ്, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതിന് വേണ്ടി മാത്രം ചെയ്യുക, നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. കുടുംബ ബന്ധത്തിലെ നമ്മളുമായി ബന്ധപ്പെട്ട അന്യരല്ലാത്ത ആളുകളോട് സ്നേഹമുണ്ടാക്കാനും കാര്യങ്ങൾക്കും ചെയ്യുക. മറ്റ് മോശമായിട്ടുള്ള പ്രവർത്തികളിലേക്ക് പോകരുത്. കാരണം അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ദിക്റാണ്, അല്ലെങ്കിൽ അത്രയും മഹത്വമേറിയിട്ടുള്ള, നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഫലമുള്ള ഒരു ദിക്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു കാരണവശാലും നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. മോശമായ രീതിയിൽ ഇത് വെച്ചിട്ട് ചെയ്യരുത്. നല്ല രീതിയിൽ തന്നെ ചെയ്യുക, നല്ല രീതിയിൽ മുന്നേറുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുകയും കുടുംബജീവിതത്തിലൊക്കെ നല്ല റാഹത്ത് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതാണ് ഒരു ദിക്റ്, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതിനു മുമ്പ്, കുടുംബത്തിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ, സ്വാഭാവികമാണല്ലേ. അപ്പോൾ ഏതൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഈ ഒരു ദിക്റ് പറ്റുക എന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഏതൊക്കെ പ്രശ്നങ്ങൾക്കാണ് പറ്റുക? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കായിക്കോട്ടെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നാത്തൂന്, അമ്മായിയമ്മ, അങ്ങനെയുള്ള നമ്മുടെ കുടുംബക്കാരിലുള്ള ആരുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഈ ഒരു ദിക്റ് ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആദ്യം പറയുകയാണ്, ഇത് ഇന്ന ആളുകൾ തമ്മിൽ എന്നുള്ളതില്ല. നമ്മളിപ്പോൾ ഏത് വ്യക്തിയാണോ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകും. ആരെന്നൊന്നും ഇല്ലേ, അതാണ് പറഞ്ഞത് ഞാൻ. ഇത് ദുരുപയോഗം ചെയ്യരുത് എന്നുള്ളത്. ഇപ്പം നമ്മളെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം അതൊക്കെ നല്ലതിന് വേണ്ടി ഹലാലായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ അതൊന്നും ഹറാമല്ല, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളല്ല. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഏതാണ് ആ ഒരു ദിക്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ദിക്റ് ഇതാണ്: വ അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി. അപ്പോൾ ഈ ഒരു ദിക്റ് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഞാൻ ഈ ഒരു അറബിയിൽ എഴുതിയത് ഇവിടെ മുകളിൽ മലയാളത്തിലും കൊടുക്കാട്ടോ. ഒരുപാട് പേർക്ക് മലയാളത്തിലും ആവശ്യമായിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇവിടെ മലയാളത്തിലും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ദിക്റ് നമ്മളെക്കൊണ്ട് കഴിയുന്ന അത്ര പ്രാവശ്യം ചൊല്ലിയ ശേഷം നമ്മൾ ആർക്കാണോ നമ്മളോട് സ്നേഹം ഉണ്ടാവേണ്ടത് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നിയ്യത്ത് വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നിയ്യത്തോടു കൂടെ തന്നെ, അല്ലെങ്കിൽ നിയ്യത്ത് നമ്മളിങ്ങനെ പറയണമെന്നൊന്നുമില്ല, നമ്മളെ മനസ്സിൽ നല്ലൊരു നിയ്യത്തോടു കൂടെ തന്നെ ഈ ഒരു ദിക്റ് നമുക്കൊണ്ട് കഴിയുന്ന പ്രാവശ്യം ചൊല്ലുക. അതൊക്കെ നമ്മുടെ മിടുക്കാണ്. എത്രമാത്രം ചൊല്ലുന്നോ അത്രമാത്രം പുണ്യം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് കഴിയുന്നത്ര ചൊല്ലുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ അധിക പേരും ഭയങ്കര ആവശ്യമായിട്ട് വന്നവർ തന്നെയായിരിക്കും ഇന്നയാളുടെ മനസ്സ് മാറണം, എന്നെ സ്നേഹിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന അത്ര ചെല്ലുക. അതിനുശേഷം നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ആരാണോ നമ്മളെ സ്നേഹിക്കേണ്ടത് അതും പറഞ്ഞിട്ട് അവരുടെ പേരൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഭ്രാന്തമായി സ്നേഹമുണ്ടാകാൻ ഇത് കാരണമായി തീരും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കുടുംബക്കാർക്കും മറ്റുള്ളവരിലേക്ക് കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.